Beloved, namne അടിമത്തിൽ കുടിപെടുത്തി സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി എർത്ത് ക്രൈസിസ് മാൻ ഫ്രീ ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗൈൻ ഒക്കെ ഉണ്ട്. പ്രിയമുള്ളവരെ, നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറുനാടൻ ഷാജനുള്ള റിപ്ലൈ എന്നുള്ള അർത്ഥത്തിലാണ്. നിങ്ങൾ കണ്ടുവല്ലോ, മറുനാടൻ ഷാജനുള്ള റിപ്ലൈ സീരീസിനായിട്ടുള്ള സ്ക്രീൻ റെക്കോർഡിംഗ്. അത് നേരത്തെ മറുനാടൻ ഷാജൻ ഒരു കാര്യം പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ട് അതിനുള്ള ഒരു റിപ്ലൈ സീരീസാണ്. അതായത് സവിസ്താരം, അതായത് നമ്മൾ റെക്കോർഡിക്കലായിട്ട് തെളിവ് സഹിതമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ചിലപ്പോൾ അതിനെ പൗസ് ചെയ്തൊക്കെ നിർത്തി പറയേണ്ടി വരും. ഇതിനാണ് റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത്. അതായത് മറുനാടൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ, അതായത് ഇസ്ലാമും പൊളിറ്റിക്കൽ ഇസ്ലാമും രണ്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഇത് രണ്ടല്ല, രണ്ടും ഒന്നാണ്. കാരണം ഇസ്ലാം മതത്തെക്കുറിച്ച് അത്രമാത്രം അവഗാഹം ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്, അതായത് ഒരു ഡേഞ്ചറസ് മതമാണ്. അതുപോലെ തന്നെ ക്രൂരമാണ്, പൈശാചികമാണ്, അതുപോലെ തന്നെ ആൻറ്റി ഹ്യൂമനിഷാണ്, അതുപോലെ തന്നെ ആൻറ്റി ഡെമോക്രാറ്റിക് ആണ്, ആൻറ്റി സോഷ്യലാണ്, അതുപോലെ തന്നെ മറ്റെല്ലാം ആൻറ്റിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ തെളിവ് സഹിതമാണ് നമ്മളിവിടെ പ്രസ്താവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് നോട്ട്സൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാം തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ വി ഡി സതീശനെ പോലെയോ പിണറായി വിജയനെ പോലെ ബബ്ബബ എന്ന് പറയുന്നതല്ല. ദിലീപിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ ബബ്ബബ, അതല്ല. മനസ്സിലായില്ലേ? ഭയം ഭക്തി ബഹുമാനം എന്നുള്ള ബാബാബ, മനസ്സിലായില്ലേ? നമ്മൾ കോഴിയൊക്കെ നമ്മുടെ ബാബാ 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 ബാ എന്ന് പറയും പോലെ അല്ലേ കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് ഈ മറുനാടൻ ഷാജനെ, വാസ്തവത്തിൽ ഈ മറുനാടൻ ഷാജൻ ആരാണ്? അതിനുമുമ്പ് ഒരു കാര്യം പറയും. മറുനാടൻ ഷാജന് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല. പിണറായി വിജയൻ്റെ ഉടായ്പകളും അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണ നൈപുണ്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഭരണത്തിൻ്റെ ക്രൂരതകളും അതുപോലെ തന്നെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ശരിക്കുള്ള പിണറായി വിജയനിസവും, അതുപോലെ തന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളും, സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾ, അതുപോലെ തന്നെ ഹോട്ടൽ എന്ന് പറയുന്ന കാര്യങ്ങൾ, ജനങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുന്നതും, അതുപോലെ പൊതുജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളും പബ്ലിക്കിനെ ബാധിക്കുന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ സമൂഹത്തിൽ നടക്കുന്ന അഴിമതിക്കൊക്കെ എതിരെ ഹോസ്പിറ്റൽ മാഫിയ, അവയവ മാഫിയ, അതുപോലെ തന്നെ ഫാർമ മാഫിയ, അതുപോലെ തന്നെ ക്യാൻസർ ട്രീറ്റർ അല്ലെങ്കിൽ ക്യാൻസർ ഹീലർ എന്നുള്ള പേരിൽ പൊതുജനങ്ങളിൽ നിന്നൊക്കെ വലിയ ധനം അടിച്ചു മാറ്റുന്നതായിട്ടുള്ള ധാരാളം പണം ഈടാക്കുന്നതായിട്ടുള്ള അങ്ങനെയുള്ള ഒരുപാട് തിന്മകൾ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമൂഹത്തിൽ നടക്കുന്നതായിട്ടുള്ള ഒരുപാട്, അതായത് മുതലെടുക്കുന്ന ആളുകൾക്കെതിരെയൊക്കെ നിലകൊള്ളുന്ന ഒരു നല്ല മനുഷ്യനാണ് മറുനാടൻ. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ ചില വീഡിയോകൾക്ക് മറുപടി പറയാതിരിക്കാനൊക്കത്തില്ല. കാരണം മാത്രമല്ല, ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ കാര്യങ്ങളും, അതുപോലെ സമൂഹത്തിൻ്റെ ഒരു തിന്മയാണ്, ഒരു ക്യാൻസറാണ് ഇസ്ലാം എന്ന് പറയുന്നത്. പക്ഷേ അതിനെ ഇസ്ലാം എന്ന് പറയുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ആ പ്രസ്താവനകളെ പൂർണ്ണമായിട്ടും ഇവിടെ നമ്മൾക്ക് ഖണ്ഡിക്കുകയാണ്. ഇത് രണ്ടല്ല, രണ്ടും ഒന്നാണെന്ന് ഇവിടെ തെളിയിക്കുകയാണ്. ഫോർ ബദൻ ഇഹാൻ കാൽവട്ടി. അപ്പോൾ അതുകൊണ്ട് ആ അദ്ദേഹത്തിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, എല്ലാം റെഡിയാക്കി നല്ല ഒരു ക്രമത്തിന് വെച്ച് കഴിഞ്ഞ് ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ട്സും ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ വീഡിയോയിലേക്ക് കടന്നാൽ മാത്രം മതി. അപ്പം ഞാൻ ഈ വീഡിയോനെ അതൊക്കെ പൗസ് ചെയ്ത് അതിൻ്റെ ആൻസർ പറഞ്ഞിട്ട് ഒന്നിനെ നിർത്തിയിട്ട് അതിൻ്റെ ആൻസർ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ അതിൽ കുറച്ച് ആക്ഷേപഹാസ്യങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ കാണും. അതിനകത്ത് ഒത്തിരി കോമഡീസും ഒക്കെ ഉണ്ടാവും. എൻ്റേതായ രീതിയിൽ ഞാൻ പറയും. നിങ്ങൾക്ക് പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും വരാൻ പോകുന്ന ഒരു വലിയ തിന്മ, വരാൻ പോകുന്ന എതിർ ക്രിസ്തുവിനെ ഒഴിഞ്ഞിരിക്കുന്ന എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. എതിർ ക്രിസ്തുവിനെ കാണാനായിട്ട് അവിടെ ഇവിടെയൊന്നും കറങ്ങി കിടക്കേണ്ട കാര്യമല്ല. ഞാനിരിക്കുന്നതിൻ്റെ ബാക്കിൽ, തൊട്ട് ബാക്കിൽ അവിടെ എന്തുണ്ട്, ഒരു മോസ്ക്രിപ്പുണ്ട്. അതിനെയാണ് നമ്മൾ എതിർ ക്രിസ്തു എന്ന് പറയുന്നത്. അവിടെ അത് കാണാൻ വേണ്ടി പ്രത്യേകിച്ച് റോമിലൊന്നും പോകേണ്ട കാര്യമില്ല, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് പോയി നോക്കുക. ഇപ്പം ഈ സമയം നമുക്ക് ഇങ്ങോട്ട് പോവാം. നമുക്ക് സമയവും ടൈം മാനേജ്മെൻറ്റും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭാരപ്പെടാതിരിക്കാം. വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ വാർത്ത വിശ്വസിക്കാൻ സാധാരണ മലയാളിക്ക് നാം ഇനി അടിമത്തിൽ കുടിവരുത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളോട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. സാധാരണക്കാർ വിശ്വസിക്കത്തില്ല. എന്താണാവോ സാധാരണക്കാർ വിശ്വസിക്കാൻ ഇത്ര ബുദ്ധിമുട്ടുള്ളത്? അങ്ങോട്ടൊന്ന് മൊഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. നമ്മൾ ഭാരപ്പെടാതിരിക്കാം. നമ്മുടെ പൊതുബോധത്തിൽ അത്രമേൽ ആഴത്തിൽ ഇസ്ലാമിക രാഷ്ട്രീയം അധിനിവേശം നടത്തിയിരിക്കുകയാണ്. ഞാനത് പറയുന്നത് കഴിഞ്ഞ കുറെ കാലമായി ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമും റിലീജിയസ് ഇസ്ലാമും രണ്ടാണ്. എന്താ പറഞ്ഞ? പൊളിറ്റിക്കൽ ഇസ്ലാമും റിലീജിയസ് ഇസ്ലാമും രണ്ടാണല്ലേ? എന്റെ പൊന്ന് മറുനാടൻ എണ്ണ, നിങ്ങൾ ഈ പറയുന്ന കാര്യം ഉണ്ടല്ലോ, ഏതെങ്കിലും ഭീമാപ്പള്ളിയിലോ ഏതെങ്കിലും ചന്തയെ കൊണ്ട് വിട്ടാൽ ഇങ്ങോട്ട് പറയണ്ട. കാരണം അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവ് സഹിതമാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്നാ പിടിച്ചോ.
അപ്പൊ നിങ്ങൾ പറയുന്നത് എന്താണ്? ഇത് രണ്ടും രണ്ടാണ് അല്ലേ? തെളിച്ചത് ഇതും കൂടെ കുറച്ചുകൂടെ. റിലീജിയസ് ഇസ്ലാമിനെ എതിർക്കരുത്, ഇതാണ് എന്റെ നിലപാട്. പക്ഷെ ഇത് വേണ്ട പോലെ ഈ സമൂഹം മനസ്സിലാക്കാത്തത് കൊണ്ട് ഇസ്ലാമിനെ എതിർക്കുന്നവരും ഇസ്ലാമിനെ അനുകൂലിക്കുന്നവരും എന്റെ ശത്രുക്കളാവുന്നു. ഞാൻ ഇസ്ലാമിനെതിരാണ് എന്ന് ഇസ്ലാം വിശ്വാസികളും ഇസ്ലാമിക നിലപാട് എടുക്കുന്നവർ പറയുമ്പോൾ എനിക്ക് ഇസ്ലാമിനെ പേടിയാണ് എന്ന് ഇസ്ലാമിനെ എതിർക്കുന്നവർ പറയുന്നു. രണ്ടുകൂട്ടരും പൊളിറ്റിക്കൽ ഇസ്ലാമും റിലീജിയസ് ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയില്ല. ഒരിക്കൽ കൂടി അതൊന്ന് വിശദീകരിക്കട്ടെ. റിലീജിയസ് ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന മതത്തിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, പ്രവാചകൻ അള്ളാഹുവിന്റെ ദൂതനാണ്, അവസാന പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്ന സമൂഹമാണ്. അങ്ങനെ വിശ്വസിക്കാനും ഇസ്ലാമിനെ വെള്ളപൂശുന്ന ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്തി തരാം. നിങ്ങൾ എന്താ പറഞ്ഞു? റിലീജിയസ് ഇസ്ലാമും അല്ലാതെ പിന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമും ഇതാണ് രണ്ടാണെന്നല്ല. അല്ല, എവിടെയൊക്കെ ഇസ്ലാം ഉണ്ടോ അതെല്ലാം പൊളിറ്റിക്കലാണ്. എവിടെയൊക്കെ ഇസ്ലാം ഉണ്ടോ അതെല്ലാം ക്രൂവലാണ്. എവിടെയൊക്കെ ഇസ്ലാം ഉണ്ടോ അവിടെയെല്ലാം ആന്റി വിമൺ ആണ്, അതായത് സ്ത്രീ വിരുദ്ധമാണ്. എവിടെയെല്ലാം ഇസ്ലാം ഉണ്ടോ അവിടെയെല്ലാം ജനാധിപത്യ വിരുദ്ധമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ആന്റി ഹ്യൂമൻ ആണ്, അതായത് മനുഷ്യ വിരുദ്ധമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ക്രൂരവും പൈശാചികവും നികൃഷ്ടവുമാണ്. അതുപോലെ തന്നെ അവരുടെ മതഗ്രന്ഥങ്ങളിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് മറുനാടൻ അറിയാത്തോണ്ടാണ് പറഞ്ഞു. ഇത് ഒരു വട്ടമല്ല, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 2 വട്ടത്തിലധികം പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടും കേൾക്കാതെ വന്ന് അടിക്കുന്നതുകൊണ്ടാണ് ഇനി ഒരു റിപ്ലൈ സീരീസ് ആയിട്ട് ഞങ്ങൾ തുടരും. അത് ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്യും. താല്പര്യമുള്ളവർ കേട്ടത് 17 പേരെങ്കിൽ 17 പേര്, 17,000 എങ്കിൽ അത്രയും പേര്. എന്തായിരുന്നാലും ഈ റിപ്ലൈ നമുക്കൊരു യുദ്ധമെന്നൊന്നും പറയുന്നില്ല, നമുക്കത് തുടരാം. ഇങ്ങനെയുള്ള ഈ അബദ്ധം, അതായത് തെറ്റായ പ്രസ്താവന തിരുത്തുന്നവരെയും ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കുറച്ചു കാലം അത് തിരുത്തിയാലും കുറച്ചൊരു ബോധവൽക്കരണം ആ ഒരു പൂർണ്ണതയിൽ എത്തുന്നവരെയും ഞാൻ ഈ ഒരു വീഡിയോ മറുനാടനുള്ള മറുപടി ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഗുളിയാന്ന് പറയത്തില്ല, അതുപോലെ നമുക്ക് തുടരും. അപ്പം നമുക്ക് ആ വിഷയത്തിലേക്ക് കിടക്കാം. ഇനി മറുനാടൻ്റെ വാദത്തിനെ എങ്ങനെ കണ്ണിക്കാമെന്ന് നോക്കാം. ഇതാ നോക്കിയോളൂ. ഇതൊക്കെ ഇതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. നേരത്തെ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണമെന്ന് പറയുന്നത്. അല്ലാതെ ആ സമയത്ത് കിടന്ന് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഇതാ നോക്കിയോ, എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്. ഖുർആൻ പിന്നെ 5:51 വായിക്കാമോ? വേണ്ട, ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നോക്കൂ, നമ്മൾ ചില പാസ്റ്റർമാർ പറയും ബൈബിള് മാത്രം. നോ, നമ്മൾ ബൈബിള് രാജകീയ ഗ്രന്ഥമായിട്ട് വായിച്ചിരിക്കണം. അതുപോലെ മറ്റു മതങ്ങളെക്കുറിച്ചും വിമർശനാത്മകമായ രീതിയിൽ പഠിച്ചിരിക്കണം. സംഘികളുടെ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ ഗ്രന്ഥം പഠിച്ചിരിക്കണം. 3:28 എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത്രയും പാടോട്ട് ഡൗൺലോഡ് ചെയ്ത് എനിക്ക് മാത്രം വായിച്ച് വലിയോളം ഇരിക്കാനല്ല, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ അർജുൻ അങ്കിൾ പാസ്റ്ററിൻ്റെ അവിടെ വീട്ടിൽ കയറി ഇങ്ങനെ അടകയറി ഇരിക്കാനല്ല, എല്ലാവർക്കും അത് കൊണ്ട് കൊടുക്കാനാണ്. പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറയണം, അല്ലാതെ ഓട്ടോയ്ക്കകത്ത് കയറ്റി ഇങ്ങനെ ആരും കാണാതെ മൂടി വെച്ചിരിക്കാനല്ല, മനസ്സിലായില്ലേ? ജനങ്ങളൊരു വനാൻ പോകുന്ന ഒരു വലിയ തിന്മയിൽ രക്ഷപ്പെടണം. ഇവിടെ നമുക്ക് 3:28 സംശയമുള്ളവർ, വെല്ലുവിളി എന്നൊന്നും പറയുന്നില്ല, ഖുർആൻ എടുത്തിട്ട് 3:28. അപ്പോൾ സുഹൃത്തുക്കളെ, ഇടയ്ക്കൊരു കോളുള്ളതുണ്ടായിരുന്നു. അപ്പം നമുക്ക് മടങ്ങി വരാം. ഫോർ ബദനി ഹോൻ കാൾഡർ ലിബർട്ടി. ഇനി സൂറ 3:28 എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് മറുനാടൻ്റെ വാദത്തെ ഖണ്ഡിക്കുന്നതാണല്ലോ നമ്മളവിടുത്തെ പരിപാടി. സത്യവിശ്വാസികളല്ലാതെ സത്യനിഷേധികളെ മിത്രങ്ങളാക്കി വെക്കരുത്. എങ്ങനെയുണ്ട് അവരുടെ മനസ്ഥിതി? സുരേഷ് ഗോഡ് പക്ഷെ പറഞ്ഞു, സത്യവിശ്വാസികളല്ലാതെ സത്യനിഷേധികളെ മിത്രങ്ങളാക്കി വയ്ക്കരുത്. എൻ്റെ പൊന്ന് മറുനാടാ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി. നമ്മളൊക്കെ പണ്ട് പറയും പോലെ മറുനാടാ 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 ഡങ്കടടക്കൻ ഡങ്കടടക്കൻ മറുനാടാ മറുനാടാ ഡങ്കടടക്കൻ. മനസ്സിലായില്ലേ? ഇത് എൻ്റെ ഭാഷ പറയാണ്. കുറച്ചുകൂടെ നമുക്ക് പിന്നെ സംഗീതാത്മകമായ രീതിയിൽ പിന്നീട് പറയാം. ഫോർ ബദനി ഹോൻ കാൾബർട്ടി. എൻ്റെ പൊന്ന് മറുനാടനങ്ങളെ, സത്യവിശ്വാസികളല്ലാതെ സത്യനിഷേധികളെ മിത്രങ്ങളാക്കി വെക്കരുത്. വലിയ കാര്യത്തിൽ പിണറായി വിജയൻ ഇൻകുലാബ് എന്ന് വിളിക്കുമല്ലോ, ഇതെന്ത് അറിഞ്ഞൂടെ? മലയാളം വായിക്കാൻ അറിഞ്ഞുകൂടാത്തോണ്ടാണ്. എൻ്റെ പൊന്നെണ്ണ, നിങ്ങളൊരു കാര്യത്തെ പറ്റി പഠിക്കണമെങ്കിൽ ആദ്യം അവരുടെ മതഗ്രന്ഥങ്ങൾ വായിക്കണ്ടേ? അല്ല VD സതീശനെ പോലെ ചുമ്മാ ബളബളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഒരു കാര്യം പറയണമെങ്കിൽ അവിടെ പോയി എന്തെങ്കിലും എന്ത് ചെയ്യണം? VD ആയാലും ഗേഡി ആയാലും എന്ത് ചെയ്യണം? അത് വായിച്ച് മനസ്സിലാക്കാൻ പഠിക്കണം. ഇപ്പം നമ്മളൊക്കെ സാധാരണ സനാതന മതത്തെ ഖണ്ഡിക്കുമ്പോൾ ആ പുരാണങ്ങൾ ആദ്യം വായിക്കും, അത് കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പം കത്തോലിക്കരെ നമുക്ക് വിമർശിക്കണമെങ്കിൽ അവരുടെ കാര്യങ്ങൾ ആദ്യം എന്താണെന്നൊന്ന് പഠിക്കുക. ആ പഠിക്കാതെ ഒരാൾ എഴുതിയ കാര്യം, ഈ ചില ആളുകൾ, ഇന്ന് ഞാൻ ഒരു അനിൽകുമാർ അയ്യപ്പൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും പറഞ്ഞത്, യുക്തിവാദികളും അതുപോലെ സംഖ്യകളും പുസ്തക വായന എന്ന് പറയുന്നത് 7 അയലത്തോടെ അങ്ങനെ ആകരുത്. നമ്മളൊരു കാര്യം പഠിക്കണമെങ്കിൽ, നമുക്കൊരു വിമർശനം ചെയ്യണമെങ്കിൽ നമ്മൾ പുസ്തകങ്ങൾ വായിച്ചിരിക്കണം. നമുക്കിപ്പോൾ ഒരു വാദത്തെ ഖണ്ഡിക്കണമെങ്കിൽ ആ വക്കീൽ എഴുതിയ ഗ്രന്ഥങ്ങളെ നമ്മൾ പഠിച്ചാലല്ലേ നമുക്ക് ഖണ്ഡിക്കാക്കത്തുള്ളൂ. സത്യവിശ്വാസികളല്ലാതെ സത്യനിഷേധികളെ മിത്രങ്ങളാക്കി വെക്കരുത്. അങ്ങനെ വല്ലവനും ചെയ്യുന്ന പക്ഷം അല്ലാഹുമാവിന് അവന് യാതൊരു ബന്ധവുമില്ല. എന്തൊരു ഉടായ്പ പൊടിച്ചതാണെന്ന് നോക്ക്. ഇതല്ലേ അപ്പോൾ വർഗീയത? നോക്ക്. എന്നാൽ ക്രിസ്തു എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നാവുന്നു എൻ്റെ കൽപ്പന. അപ്പോൾ എത്ര വിശാലം നോക്കും. അപ്പോൾ ഇത് നമ്മൾ എന്ത് വ്യത്യാസം നോക്കും? ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ് എന്താണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ മേലാൽ ആ മുഹമ്മദിനെയോ മറ്റേതിനെയോ വെള്ള പൂശാൻ വേണ്ടി ഇങ്ങോട്ട് പറയരുത്. വന്ന ചുട്ട മറുപടി കിട്ടും, ഖുർആനിൽ തന്നെ കിട്ടും.
ഇന്നത്തെ കാലത്ത് മുസ്ലിങ്ങളെക്കാളും കൂടുതൽ ഖുർആൻ അറിയാമെന്നുള്ളവർ എന്താണ് പിന്നെ ക്രിസ്ത്യൻസും ഇതുപോലെ വിമർശകരുമാണ്. വിമർശകർ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഇങ്ങനെ കൊണ്ടാടേ ഖുർആനിലെന്ന് കാണിക്കുന്നത്. കാരണം നമ്മൾ വിമർശനാത്മക രീതിയിൽ ഏതോ ടിസഡ് വരെ അരിച്ചു പറക്കി നോക്കും ഒന്നിനെ വിമർശിക്കാം. അപ്പം അതുകൊണ്ട് അങ്ങനെ വിമർശകർക്കാണ് കൂടുതൽ കുറച്ചും കൂടെ അഹങ്കാരം പറയുന്നതല്ല, കുറച്ച് അറിവ് ക്രിസ്തു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനുവേണ്ടി മെനക്കെട്ടിരിക്കുന്ന എന്തിനെന്നറിയാമോ? ചില ആളുകൾ ജോലിയും കൂലിയൊന്നും ഇല്ലാതെ മെനക്കെട്ടിരിക്കുമ്പോൾ ആ സമയം നന്നായിട്ട് പ്രയോജനപ്പെടുത്തുന്നവരുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവരോട് കളിക്കാൻ വരല്ലേ, മനസ്സിലായില്ലേ? ഇനി അടുത്ത 5:51 നോക്ക്. സൂറ 5:51 പറയുന്ന സത്യവിശ്വാസികളെ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. എങ്ങനെയുണ്ട്? പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന യഹൂദന്മാരെയും അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ ക്രൈസ്തവരെയും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത് എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത്. ഈ ഒരു പിന്നെ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു ഒന്നാം തരം കോഴിയായിരുന്നു. അത് എങ്ങനെയാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. 19 സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കുളിക്കാതെയാണ് അവൻ പോയി എന്ത് ചെയ്യുന്നത്, കിടക്കുന്നത്. മാത്രമല്ല അത് അടിമ ആയിട്ടുള്ള സ്ത്രീകളോടാണ് അവൻ അങ്ങനെ പെരുമാറുന്നത്. അപ്പം വഴി കൂടെ പോകുന്ന സ്ത്രീകളോടൊക്കെ അപമര്യാദയായിട്ട് പെരുമാറാൻ ഇവൻ ആരാണ് ലൈസൻസ് കൊടുത്തത്? അത് നമുക്കറിയാം ആരാണ് കൊടുത്തതെന്ന്. മഹാസർപ്പമായ തോട്ടത്തിലെ പാമ്പാണ് കൊടുത്തത്. എന്നിട്ട് അതെങ്ങനെ ദൈവം ഇങ്ങനെ പറയണമെങ്കിൽ ഞാൻ പൊളിച്ചെടുക്കും, തൊലി ഉരിക്കും കേട്ടാ. കൂടുതൽ ഇങ്ങോട്ട് വരല്ലേ. സത്യവിശ്വാസികളെ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. ഞാൻ ഈ വായിക്കുന്ന ഏത് ഗ്രന്ഥത്തിൽ നിന്നറിയാലോ? അവരുടെ ഗ്രന്ഥം, ഖുർആനകത്തുള്ള ഗ്രന്ഥമാണ്. അപ്പം അതിനകത്തുള്ള കാര്യങ്ങളെ വിമർശിക്കണമെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ നമ്മൾ അകത്ത് പോയി എന്ത് ചെയ്യിക്കണം? പഠിച്ചിരിക്കണം. സത്യവിശ്വാസികളെ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളാണ് താനും. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷെ അവനും അവരിൽപ്പെട്ടവൻ തന്നെയാണ്. എങ്ങനെയുണ്ട്? കണ്ടാ മറന്നാടാ അവിടെ ഉണ്ടാട്ടാ. അങ്ങോട്ട് വരാൻ കേട്ടാ. അങ്കിളിന്റെ ഒറ്റ വാക്കി എന്നാണ് ഞാൻ ഇത്ര എണ്ണത്തിലോട്ട് പോയത്. അപ്പൊ അങ്കിളിന്റെ എല്ലാ വാക്കുകളും കണ്ടിച്ച് എങ്ങനെ ഉണ്ടാവും? അങ്കിള് പറഞ്ഞിരിക്കുന്ന ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ഒരു പിന്നെ കുറച്ച് വാചകങ്ങളിൽ നിന്നാണ് ഞാൻ ഇത്രയും പോയത്. അപ്പൊ ഇങ്ങനെ ഓരോന്നായിട്ട് എടുക്കുകയാണെങ്കിൽ അങ്കിളുടെ നല്ല മറുപടി വരും. അങ്കിൾ എന്തോന്ന് ഫാലസിങ്ങളെ പറയുന്നത്, എന്തൊരു ഇതൊക്കെയാണ് പറയുന്നത്. ബ്ലണ്ടർ ആണെങ്കിൽ ഈ പറയുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമും റിലീജിയസ് ഇസ്ലാമും വേറെ അങ്കിള് വേറെ പണിയില്ല അങ്കിളെ. ഇതെന്തോ നിങ്ങളെ ഇതൊക്കെ? അങ്കിളെ എന്തെങ്കിലും പഠിച്ചിട്ടാണ് അങ്കിൾ ഇത് പറയുന്നത്. അങ്കിളിനെ ബോധവൽക്കരിക്കാനായിട്ട് എത്ര തവണ അങ്കിളിന് ഇമെയിൽ അയക്കാനും കമന്റ് അയക്കാനും ശ്രമിച്ചിട്ടുണ്ടെങ്കിലേ, അല്ലെങ്കിൽ അങ്കിളിനെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു. അങ്കിൾ പിന്നെ അപരിചിതരല്ലാത്തവരെയോ അല്ലെങ്കിൽ കോമൺ അല്ലാത്ത അല്ലെങ്കിൽ പോപ്പുലർ അല്ലാത്ത ആളുകളുടെ ഒരു കമന്റോ ഒരു ആൻസറെങ്കിലും അങ്കിൾ വായിക്കാറുണ്ടോ അങ്കിളെ? അതാണ് അങ്കിളിന് പറ്റിയ തെറ്റങ്ങളെ. അങ്കിൾ ഓഫീസിൽ കയറി AC-ക്കകത്ത് കയറിയിരിക്കും. പോപ്പുലർ അല്ലാത്ത ആളുകളെ പറ്റി പറയുമ്പോഴത്തേക്കോ ആരെവിടെ സെക്യൂരിറ്റി നോക്കിയിട്ട് അവരോട് ചോദിച്ചിട്ട് കടത്തി വിട്ടാൽ മതി. അല്ലാത്തവരൊക്കെ അപ്പൊ എന്തോ അങ്കിളെ അവർ പിന്നെ എന്തിനാണ് അങ്കിളെ പൗരന്മാരായിട്ടിരിക്കുന്നത്? അപ്പൊ അവരെയും കൂടെ ശ്രമിക്കണം അങ്കിളെ. എന്റെ പൊന്ന് മറന്നാണെങ്കിലെ ഒരല്പം ഇനിയും സമയം വൈകിട്ടില്ല. ഇന്ത്യയും കേരളവും ഒരു വലിയ നാശത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ മുസ്ലിങ്ങളെ വെള്ളം അടിക്കാൻ വേണ്ടി അങ്കിളിങ്ങനെ നടക്കരുത്. അങ്ങനെ ഇനി 9:05 നോക്കങ്ങളെ. അങ്കിള് മറന്നാണെങ്കില് അങ്കിളെ ഇങ്ങോട്ടോക്ക് നോക്ക്. എന്റെ ശൈലിയാണ് അങ്കിളെ. എക്സൈഡിങ് ജോയ് ഗ്രേജോട് അവിടെ നമുക്കെന്താണ് ക്രിസ്തേശു നമുക്കെന്താണ് തരുന്നുണ്ട്? എക്സൈഡിങ് ജോയ് ഗ്രേ ജോയ് പുള്ളിങ് ഡോണസ്ട്രോൾസ് നാമിന്റെ അടിമത്തിൽ കൂടി വരുന്നത്. ലോഡ് ഓഫ് പീസ് നമുക്കെന്ത് തരുന്നുണ്ട്? സമാധാനം തരുന്നുണ്ട്. എക്സീഡിങ് ജോയ് എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. എന്റെ പരമാനന്ദമായ ദൈവം. അപ്പം പിതാവും ക്രൈസ്റ്റ് ജീസസ് ഒന്നായതുകൊണ്ട് പരമാനന്ദമായ ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാനന്ദ ക്രിസ്തീശുവാണ്. അതേ നമുക്ക് എല്ലാ ആനന്ദങ്ങളും നൽകുന്നു. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടിടത്ത് വെച്ച് കൊന്നുകളയുക. എങ്ങനെയുണ്ട്? ബഹുദൈവ വിശ്വാസികളെ എന്ത് ചെയ്യണം? കണ്ടിടത്ത് വെച്ച് കൊന്നുകളയുക. എന്നാൽ ക്രിസ്തു എന്താ പറഞ്ഞിരിക്കുന്നത്? പഴയ നിയമത്തിലാണെങ്കിലും പറഞ്ഞിരിക്കുന്നത് കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇനി പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നാവുന്ന എന്റെ കൽപ്പന. അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് എതിർ ക്രിസ്തു മതമായിരിക്കുന്ന ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പിന്നെ ഇത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടിടത്ത് വെച്ച് കൊന്നുകളയുക. അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. ഇനി അവരെ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾ അവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുക. എങ്ങനെയുണ്ട് ഉടായ്പകൾ എന്നുവെച്ചാൽ ഇസ്ലാം ആയി കഴിഞ്ഞാൽ ഒഴിവാക്കുക. ഞമ്മന്റെ ആള് അല്ലാത്തവരെല്ലാം കൊല്ലുക. വേറൊന്നുമല്ല, ഏറ്റവും കുറഞ്ഞത് കൊല്ലുക. എങ്ങനെയുണ്ട് അവന്റെ മനസ്സിരിപ്പ്? ഇനി അടുത്ത പിടിച്ചോ 9:121. അങ്കിളുടെ വീഡിയോ ഇനി അങ്കിൾ ഈ പറഞ്ഞ പല്ലവി പാടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കേട്ട് കറക്ഷൻ വരുത്തിയില്ലെങ്കിൽ അതുപോലെ മറുപടി എന്ത് ചെയ്യും വന്നോണ്ടിരിക്കും. നമ്മളൊന്ന് വീഡിയോ കണ്ടിട്ട് അതുപോലെ അങ്ങ് മടക്കി ഫോണും മടക്കി ടക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ മറ്റേ ബസ് വന്നു പറഞ്ഞുകൊണ്ട് പോകുന്നവരല്ല. ഇതിനൊക്കെ ചുട്ട മറുപടി ചുട്ട് തന്നെ തരും. മനസ്സിലായില്ല? കേട്ട് കളയുന്ന അല്ലെങ്കിൽ ശ്രോതാക്കളല്ല. പിന്നെ കൃപയിൽ ഇതുവരെയും അങ്ങനെ ഒരു മറവി രോഗമൊന്നും വന്നിട്ടില്ല, ഇനി വരത്തുമില്ല. മനസ്സിലായില്ല? അതുകൊണ്ട് പിന്നെ നല്ല ഓർമ്മശക്തി ക്രിസ്ത്യൻസ് തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? പത്രക്കാരെ പോലെ ഒരു ദിവസം ഒരു വാർത്ത വരുമ്പോഴത്തേക്കും അടുത്ത ദിവസം വേറൊരു വാർത്ത വരും. ആദ്യം പറഞ്ഞ വാർത്ത അടിയിലാവും. അങ്ങനത്തെ പത്രക്കാരൊന്നും അല്ല.
മനസ്സിലായില്ലേ? ഇത് ഇങ്ങോട്ട് വയ്ക്കുക. 9:123 പഠിച്ചു. സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. എന്നാൽ ക്രിസ്തു എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളൊക്കെ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ അയൽവക്കക്കാരനോട് മാക്സിമം ഉപകാരം ചെയ്യലും ഉപദ്രവം ചെയ്യാതിരിക്കാൻ നോക്കുക. മനസ്സിലായി? അതെങ്കിലും ചെയ്യണം. മനസ്സിലായില്ലേ? നമ്മൾ അയൽവക്കക്കാരനോട് യുദ്ധം ചെയ്യാനല്ല, എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ സഹായിക്കാനും സ്നേഹിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ആരാണ് നിന്റെ അയൽക്കാരൻ എന്ന് പറഞ്ഞ ഉപമയിൽ ഒരു ശമരിയക്കാരൻ, നല്ല ശമരിയക്കാരൻ, മറ്റേ ലേവിനും പുരോഹിതനൊക്കെ കണ്ടപ്പോൾ മാറിപ്പോയി അല്ലെ? ആ അർത്ഥത്തിൽ ആ ക്രമത്തോടെ നോക്കുക. പക്ഷെ നല്ല ശമരിയക്കാരൻ അദ്ദേഹത്തെ കണ്ടിട്ട് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു. അപ്പോൾ അവിശ്വാസിയാണെങ്കിൽ ആ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ് നിന്റെ അയൽക്കാരൻ എന്ന ആ വാക്കിന്ന് വ്യക്തമാണ്. ഇതിന്റെ ഓപ്പോസിറ്റാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. നോക്കുക, സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. നമ്മുടെ ലാലുരസിന്റെ പക്ഷെ പറഞ്ഞ പേഴ്സണലായിട്ട് പറയുക. അങ്കിളിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്കിൾ പറയുന്ന സമയത്ത് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ അങ്കിൾ പറയുന്നത്. അങ്കിൾ ഇപ്പൊ പറയുന്ന കാര്യങ്ങളല്ല ചിലപ്പോൾ പറയുന്നത്. കറക്ഷനൊക്കെ നല്ലതാണ്, പക്ഷെ അങ്കിളെ ഇസ്ലാമിനെ വെള്ളപൂശാൻ വരുന്ന അങ്കിളിന്റെ ഭാവങ്ങൾ അത്ര നല്ലതെന്നും തോന്നുന്നില്ല. കാരണം ഇന്ത്യയുടെ ഭാവി അങ്കിളിന്റെ കയ്യിലല്ല. എങ്കിലും അതിനെ വെള്ളയടിക്കണ്ട. അങ്കിളെങ്കിലും പെയിന്റിംഗ് ഷോപ്പിൽ പോയി പെയിന്റിംഗ് വാങ്ങാൻ നോക്കണ്ട. ആ സമയം കൂടെ വല്ല പച്ചക്കറി കൃഷിയോ, എന്തായാലും കൃഷിക്കാരനാണല്ലോ, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കുറച്ചും കൂടെ ചെയ്യാൻ നോക്കുക. അങ്കിൾ എന്തായാലും ഭാരപ്പെടണ്ട. ഇസ്ലാമിനെ വെള്ളപൂശാനുള്ള അങ്കിളുടെ ഭാവം അപ്പുറത്തെ ഭീമാപ്പള്ളിയിൽ പോയി അങ്ങ് കളയുന്നതായിരിക്കും നല്ലത്. അമ്മ അറിഞ്ഞാൽ പ്രശ്നമാണ്. സത്യവിശ്വാസികളെ, ഇവിടെ നമുക്ക് നോക്കാം. സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. അപ്പൊ അതായത് എന്താണ് പിന്നെ ഇസ്ലാമിന്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞുതരാം. അത് ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറ്റുവാണെങ്കിൽ എന്ന് പറഞ്ഞുതരാം കേട്ടോ. എന്റെ സമയം ഏതാണ്ട് ആയി വരുന്നുണ്ട്, എങ്കിലും നോക്കാം. സത്യവിശ്വാസികൾ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന എന്താണ് സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. അവർ നിങ്ങൾക്ക് രൂക്ഷത കണ്ടെത്തണം. അതുകൊണ്ടാണ് ഷാ ബേക്കറിക്കാരനൊക്കെ കാണും എന്ത് വേണം എന്ത് വേണം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നത്? അവരുടെ ഒരു ഓശാരത്തിന് കടയിൽ സാധനം വാങ്ങിക്കാൻ വന്നതുപോലെ ഈ പണമെല്ലാം സ്വരൂപിച്ചിട്ട് ഇന്ത്യക്കെതിരെ ആയുധങ്ങളും വാളും വടിവാളും പടക്കവും മറ്റൊന്നും മറിച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ബെൽറ്റ് ബോംബായിട്ടോ അല്ലെങ്കിൽ മറ്റവന്റെ ഉച്ചിയിലോട്ടോ ഇട്ടോ ഒരു ദേശത്തെ നശിപ്പിച്ചിട്ട് മറ്റേ അക്ബറും കുക്ബറും തള്ളാവ് കുക്കുംബറെന്നും പറഞ്ഞുകൊണ്ട് ദേശത്തെ കീഴക്കുന്നതാണ് ഇവന്മാരുടെ പരിപാടി. അന്തിക്രിസ്തുവിന്റെ ഫോർമുലയാണ്. മനസ്സിലായി? അതിനൊക്കെ തന്നെ കൊള്ളാം. അങ്ങനെ ആകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ അപ്പം പിന്നെ എന്താണ് യുദ്ധം ചെയ്യുക. അവർ നിങ്ങൾ രൂക്ഷത കണ്ടെത്തും. അപ്പം ഞാനൊക്കെ ഈ ഒരു 2000 അതായത് ഈ പിന്നെന്താണ് 2019 കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരുപാട് നമുക്ക് ജോലിയും കൊല്ലില്ലാതെ ടെറസിന്റെ മുകളിലിരുന്ന് രാവിലെയൊക്കെ നമ്മൾ ഇഡലിയും ചമ്മന്തി കഴിക്കുന്നു, ടെറസിന്റെ മുകളിൽ പോകുന്നു. അപ്പോൾ ഒത്തിരി വീഡിയോസ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ പഠിച്ച കൂട്ടത്തിലാണ് ആന്റി ഇസ്ലാമിക്കായിട്ട് ഇസ്ലാമിന് വിരുദ്ധമായിട്ടൊക്കെ പലതും പഠിക്കാൻ തുടങ്ങിയത്. എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പണ്ടയ്യോ ഇസ്ലാമിക കടയിൽ നിന്ന് ഇറങ്ങൂലായിരുന്നു. ആ അങ്കിള് ഈ അങ്കിള് കാഫർ അങ്കിള് മറ്റേ ജാഫർ അങ്കിള് ആ അങ്കിള് മറ്റേ അങ്കിള് ഇപ്പുറത്തെ അങ്കിള് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രോ ഈ ബ്രോ ഷാ ബേക്കറി ആ ബേക്കറി പിന്നെ ചിലപ്പം അവാസങ്ങള് എന്റെ പൊന്നെ ആ സമയത്ത് ആ കടകളെ വിട്ടുപോകുന്നു. നമ്മൾ വിചാരിച്ച അവരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നവരാണ്. ഇവരെ മനസ്സിരുത്തി ഈ ഖുറാന്റെ ഇതനുസരിച്ച് ഇതൊക്കെയാണെന്നല്ല പറയുന്നത്. ഇത് കൃത്യമായിട്ട് പാലിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് ഖുറാൻ പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം അവർ നിങ്ങളെ അടുത്ത് ചിരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അഭിനയമാണ്. ഇത് പാലിക്കുന്നവരല്ലേ മുസ്ലിങ്ങൾ. അപ്പം ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? സത്യവിശ്വാസികളെ, ഞാൻ പറഞ്ഞത് തലയ്ക്കകത്ത് കളിമണ്ണില്ലാത്തവർക്ക് കുറച്ച് മനസ്സിലാവും കേട്ടോ. നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. അവരിൽ നിങ്ങളെ രൂക്ഷത കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? വിഷം. അപ്പോ നാമിനെ അടിമത്തിൽ കൂടി വരുന്നത്. ഇത് വിഷമാണെങ്കിൽ നമ്മുടെ വക്കലുള്ള മരുന്നുണ്ട്. ഇത് പാമ്പാണെങ്കിൽ നമ്മുടെ വക്കല നമ്മൾ കീരിയും ചെങ്കീരി ഇറക്കും. അള്ളാഹു സൂക്ഷ്മ എന്തൊരു സൂക്ഷ്മത അവന്റെ. 9:73 നബിയെ സത്യനിഷേധികളോടും പിന്നെ അതുപോലെ തന്നെ എന്താണ് കപട വിശ്വാസികളോടും, അതായത് മുസ്ലിമായിട്ട് വന്നിട്ട് പിന്നീട് മുസ്ലിം മതം വിട്ടിട്ട് യുക്തിവാദി പോലെയൊക്കെ നടന്ന് പേരുകൊണ്ട് ചിലപ്പം റഹീം എന്നായിരിക്കും, പക്ഷെ അവൻ മുസ്ലിം പള്ളിയിലും പോലും ഒരിടത്തും പോയില്ല. അത് മുസ്ലിങ്ങളുടെ ഭാഷ പറഞ്ഞാൽ അവൻ മുനാഫിക് എന്ന് പറയും. എന്നുവെച്ചാൽ ഒരു പിന്മാറ്റക്കാരൻ. അവരോടൊക്കെ നിങ്ങൾ ഈ എതിർക്കുന്ന നേരം കൊണ്ട് വല്ല ചേമ്പും കൃഷി നട്ടിട്ട് അതിന്റെ ഫലം എടുക്കുക, അല്ലെങ്കിൽ ഏത്തവാഴ നട്ട് ഫലം എടുക്കാൻ നോക്കടേ. എന്തോന്നടേ കപട വിശ്വാസികളോടും സമരം ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക. ഇങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് ക്ലാസ് കൊടുക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് മദ്രസ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനെയാണ് സുപ്രീം കോടതിയുടെ പിന്നെ ബലത്തെയും കൂടെ ഉപയോഗിച്ച് മദ്രസകളെ പിന്നെ ഉത്തേജിപ്പിക്കാൻ നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് 70 പള്ളി പോരാ 71ാമത്തെ പള്ളിയും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ കേരളത്തിൽ തന്നെ വേറെ എവിടെയാണ് ഒരു സ്ഥലത്ത് സുപ്രീം കോടതി കൊണ്ട് നോട്ടീസ് അയപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇത് ദേശത്തിന് നല്ലതല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ വരാൻ പോകുന്ന അനർത്ഥത്തിൽ നിന്ന് എന്താണ് ലിവിംഗ് ഗോഡ് റിച്ച്ലി ആൾട്ടിങ്സൺ ചോയ് അസ്രി ബീസ് ഈ ഒരു അടിമത്തത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യുന്ന പുള്ളിംഗ് ഡൗൺ നോട്ട്സ് നിങ്ങളോട് പ്രസ്താവിക്കുന്നത്. അവർക്കുള്ള സങ്കേതം നരകം അത്രേ. ഏത്? മുസ്ലിങ്ങൾ അല്ലാത്തവർക്കുള്ള സങ്കേതം നരകം. എന്തൊരു ബോഷത്വം ഇത്!
ഇത് തന്നെയാണ് 66-9 പറയുന്നത്. ഓ നബി, സത്യനിഷേധികളോട്, അതായത് നോൺ മുസ്ലിംസിനോടും കപട വിശ്വാസികളോട് നീ സമരം ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക. അവരുടെ സംഗീത നരകമാകുന്നു. എന്തൊരു അബദ്ധം നിറഞ്ഞ പുസ്തകമാണത്, എന്തൊരു സത്യവിരുദ്ധമായ പുസ്തകമാണത്. എന്നാൽ അവർ വൺ ലോർഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാണ് എൻ്റെ കൽപ്പന. യോഹന്നാന്റെ സുവിശേഷം 13:12 നമുക്ക് വായിക്കാൻ മനസ്സിലാക്കാം. ദിസ് ഈസ് മൈ കമാൻഡ്മെന്റ് ദാറ്റ് യു ലവ് വൺ അനദർ ആസ് ഐ ഹാവ് ലവ്ഡ് യു. മനസ്സിലായില്ലേ? ഇനി ഖുറാന്റെ മറ്റൊരു അതിന്റെ ഒരു വിമർശനം അവസാനം പറയാൻ പറഞ്ഞു. എന്താണെന്ന് അറിയാമോ? ഖുറാൻ എന്ന് പറയുന്ന സംഗീതത്തിന് വിരുദ്ധമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ദുഃഖിച്ചിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇപ്പം നമുക്ക് ഇപ്പോൾ കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ പ്രിയതമായി കാത്തിരിക്കുന്നല്ലേ, അപ്പം നമ്മളിങ്ങനെ ചിലപ്പോൾ പാട്ട് പാടും അല്ലേ, ഏതു നാട്ടിലാണോ കഥ ഇന്നു നടന്നതാണോ, ഏതോ പുട്ടാര ചെപ്പിനകത്തൊരു രാജകുമാരി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പാട്ട് പാടും അല്ലേ. അപ്പം അത് ഒരു പ്രണയിതാവിനി, അതായത് ഒരു എന്താ പറയണ്ടേ, ഒരു പ്രണയിനിയോടുള്ള ഒരു മനസ്സിലൊരു താല്പര്യമാണ് അല്ലേ. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് തന്നെ പാടുമ്പം നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി, നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ. പുള്ളിങ് ഡൗൺ സ്റ്റോൺസ്. ഇവിടെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. പുള്ളിങ് ഡൗൺ സ്റ്റോൺസ്. അപ്പം ഈ ഇങ്ങനെയൊക്കെയുള്ള പാട്ട് പാടി പ്രിയതമന്മാരോട് ചേർന്നിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രണയിനിമാരോടൊക്കെ നമുക്ക് ആ ഒരു പ്രണയം മനസ്സിൽ തോന്നി കഴിയുമ്പം നമ്മുടെ ജീവിതം തന്നെ വളരെ മധുരവും സന്തോഷകരമാക്കുന്നു അല്ലേ. അപ്പം നേരെ മറിച്ച് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞതായിട്ടുള്ള ഈ ഒരു ആൻറ്റി ക്രൈസ്റ്റ് റിലീജിയൻ എന്ന് പറയുന്നത് സംഗീതത്തിന് എന്താണ്, മ്യൂസിക്കിന് ഓപ്പോസിറ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ് അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതായത് മ്യൂസിക്കിന് ഓപ്പോസിറ്റാണ്. മനസ്സിലായില്ലേ? അപ്പം അത് മറുനാടനുള്ള ഒരു മറുപടിയായിട്ട് അങ്ങ് എടുക്കുക. അപ്പോൾ മറുനാടൻ പറഞ്ഞ ആ വാക്കിനെ കണ്ണിക്കുകയാണ്. റിലീജിയസ് ഇസ്ലാമും പൊളിറ്റിക്കൽ ഇസ്ലാമും എന്താണ്, ശരിക്കും രണ്ടല്ല, രണ്ടും ഒന്നാണ്. എവിടെയൊക്കെ ഇസ്ലാം ഉണ്ടോ അതെല്ലാം പൊളിറ്റിക്കലാണ്. അല്ലാതെ റിലീജിയൽ ഇസ്ലാം വേറെ, പൊളിറ്റിക്കൽ ഇസ്ലാം അങ്ങനത്തെ ഒരു ഇസ്ലാമില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ബോഡിയിൽ അവൻ ജീവിച്ചിരിക്കുമ്പം തല വേറെ, ഉടൽ വേറെ, മനസ്സ് വേറെ അല്ല നിൽക്കുന്നത്. എപ്പോഴൊക്കെ ജീവനുണ്ടോ അവിടെയൊക്കെ ആത്മാവും പ്രാണനും ശരീരവും തലയും ഉടലും ഒക്കെ ഒന്നിച്ചേ നിലകൊള്ളാറുണ്ട്. അതെപ്പോഴും മനസ്സിലാക്കണം. അതുപോലെ പിശാചിൻ്റെ ജീവൻ എന്ന് പറയുന്നത് എന്താണ്, ഇസ്ലാം കൂടെ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ റിലീജിയസ് ഇസ്ലാമും പൊളിറ്റിക്കൽ ഇസ്ലാമും രണ്ടല്ല, ഇത് രണ്ടും ഒന്നാണ്. മനസ്സിലായില്ലേ? ഇത്രയും ക്രൂരവും പൈശാചികമായിട്ടുള്ള ഒരു റിലീജിയനാണത്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് മറുനാടനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, താങ്കളുടെ ആ വീഡിയോ താങ്കൾ ഇങ്ങനെ പറയുന്നിടത്തോളം കാലം നമ്മൾ ഇതുപോലെ മറുപടി വീഡിയോ എന്ത് ചെയ്യും ഇട്ടുകൊണ്ടിരിക്കും. നമ്മളൊന്ന് വീഡിയോ കണ്ടിട്ട് മിണ്ടാതെ പോകുന്നവരല്ല, അതിന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ്. മനസ്സിലായി? എൻ്റെ മറുപടി എന്ത് ചെയ്യും തന്നുകൊണ്ടിരിക്കും. ഫോർ ബിദിനി ഹൻ കാണ്ടർ ലിബർട്ടി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്താണ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. പുള്ളിങ് ഡൗൺ സ്റ്റോൺസ്, ഫോർ ബിദിനി ഹൻ കാണ്ടർ ലിബർട്ടി. ക്രൈസിസിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. അപ്പോൾ ശേഷമുള്ള കാര്യങ്ങളും മറ്റ് ചില അവസ്ഥകളും നമുക്കെന്താണ് ഇനി വരുന്ന സമയത്ത് ഈ വീഡിയോയുടെ അടുത്ത ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ഏകദേശം സമയം ഏതാണ്ട് 9:05 അല്ലേ, ഏകദേശം 9:08 വരുന്നു. അതുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. സമയം ഏതാണ്ട് 9:08 ആയതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഇനി വരുന്ന അവസരങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് കവർ ചെയ്യാം. ഫോർ ബിദിനി ഹൻ കൽപ്പട്ടി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറുനാടന് മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. ഫോർ ബിദിനി ഹൻ കൽപ്പട്ടി ഇതിൻ്റെ അടുത്ത സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഒക്കെ ഉണ്ടാവും. അതെല്ലാം ചുമ്മാ പറയുന്നതല്ല, ഇതുപോലെ തെളിവ് വെച്ചായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഒരു ഫോണിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് ഈ വീഡിയോ നിർത്തി പോസ് ചെയ്യിപ്പിച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് തൽക്കാലം നിർത്താം. താങ്കൾ പറഞ്ഞ ഒരു വീഡിയോ ഇതാ വിളിച്ചു നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതുകൊണ്ടാണ് 2 ഫോൺ ഉപയോഗിക്കുന്നത്. അങ്ങോട്ടൊക്കെ സ്ക്രീനിലേക്ക് നോക്ക്. ഉണ്ടോ? നേരെ മറിച്ച് ദിസ് ഈസ് മൈ കമാൻഡ്മെന്റ് ദാറ്റ് യു ലവ് വൺ അനദർ ആസ് ഐ ഹാവ് ലവ്ഡ് യു എന്ന് പറഞ്ഞിരിക്കുന്ന ബൈബിളാണ്. അപ്പോൾ അതിനോട് മറുനാടൻ എന്ത് ചെയ്യണ്ട, അത് വേറെ ഇത് വേറെ. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ബൈബിൾ വിശ്വാസ ക്രൈസ്റ്റിലേക്ക് തിരിയുക.
നേരെ വെച്ച് ഖുർആൻ എന്ന് പറഞ്ഞത് ഇതുപോലത്തെ ഒരു ഫ്രോഡ് ഗ്രന്ഥം വേറെ പിന്നെ സനാതന ധർമ്മക്കാരുടെ കയ്യിൽ കാണുമായിരിക്കും. വേറെ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ വാട്സാപ്പ് ചെയ്തേക്കണേ. ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 5:51 പറഞ്ഞിരിക്കുന്നത് എന്താണ്, സൂറ 5:51. അതായത് യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങളെ ഉറ്റമിത്രങ്ങളാക്കല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും നമുക്ക് സത്യവിശ്വാസത്തിലെ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. എങ്ങനെയുണ്ട്? 5:51. എടേ, ഞാൻ ഇത് പഠിച്ചതുകൊണ്ടാണ് പറയുന്നത്. ഖുർആൻ അകത്ത് കയറി അതിനകത്തെന്നാണ് പറയുന്നത്. അങ്ങനെ അകത്തുനിന്ന് സംസാരിക്കുന്നത്. ഇപ്പം ഒരു മതത്തെ വിമർശിക്കണമെങ്കിൽ അത് ആദ്യം പഠിക്കുകയല്ലേ വേണ്ടത്, അതല്ലേ ചെയ്യേണ്ടത്. അത് പഠിക്കാതെ ഒരു പുസ്തകം വായിക്കാതെ അതിനെക്കുറിച്ച് എങ്ങനെ അഭിപ്രായം പറയും? നമുക്കൊരാൾ വിമർശിക്കണമെങ്കിൽ ആ പുസ്തകം വിമർശനം വേണമെങ്കിൽ ആ പുസ്തകം ആദ്യം ഏതോ ടിസ്റ്റുള്ളത് പഠിക്കുക. അതല്ലേ ഫസ്റ്റ് മെത്തേഡ്. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ സൂറ 9:5 പറയുന്നുണ്ട്. ഇനി മറുനാടൻ്റെ പിന്നെ വീഡിയോ ഒക്കെ ഉള്ള അത് പറഞ്ഞിട്ട് പോസ് ചെയ്തിട്ട് നിർത്തും. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും പ്രത്യേകിച്ച് മുസ്ലിം ജനതയ്ക്ക് അവകാശമുണ്ട്. അപ്പൊ ഇതിനുള്ള മറുപടി തീർച്ചയായിട്ടും നന്ദിക്കും. അപ്പൊ ഏതാണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമും റിലീജിയസ് ഇസ്ലാമും രണ്ടല്ല ഒന്നാണെന്നുള്ളതിന് ഏകദേശം മറുപടിയായി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള അടുത്ത ഭാഗങ്ങൾ, ഇനി വരുന്ന അവസരങ്ങൾ നമുക്ക് മറുപടി പറയും കേട്ടോ. അതിനി വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ പോസ് ചെയ്ത് നിർത്തി, ഒരു ഭാഗം നിർത്തിയിട്ട് മറ്റൊരു ഭാഗം അതിൽ കൂടെ നമുക്ക് മറുപടി തരും കേട്ടോ. അതുകൊണ്ടാണ് 2 ഫോൺ വെച്ചേക്കുന്നത്. മനസ്സിലായില്ലേ? 2 ഫോൺ വെച്ചേക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. പോയിട്ട് പിന്നൊരു അവസരത്തെ, അതായത് നാളെ തീർച്ചയായിട്ടും ഞാൻ കടന്നു വരും. ക്രൈസിസിൻ്റെ കൃപയിൽ ആശ്രയിച്ചതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് ചിന്തിക്കാം. ക്രൈസിസ് നമ്മൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എന്തായിരുന്നാലും വീഡിയോസ് ടു റിയാക്ട് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ക്രൈസിസിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ക്രൈസിസ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. 4 ബദനിഹോൻ കാണ്ടർ ലിബർട്ടി, ഇതും കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. പുള്ളിംഗ് ടണസ് ആശ്രി ബി സി Stand fast on liberty where Christ has made us free and be not entangled again the occupant as free BC. God is not the other confusion but of his said, do not fear all. Pulling down stones, for the stand fast on liberty where Christ has made us free and be not entangled again the occupant for as free BC. For the liberty, God is not the other confusion but of his exceeding. അതുകൊണ്ട് സൗരമായ ജീസസ് തൻ്റെ ദൈവം തിരിച്ചിൽ കൂടി നമുക്ക് പ്രേഷ്ഠ ജീവനുള്ള പൊതുവഴിയെ തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം ധൈര്യവും ദൈവാലയത്തിനും മഹാപുരത്തിനും നമുക്കുള്ളതുകൊണ്ട് നാം തോറും മനസ്സാക്ഷി ഹൃദയങ്ങൾ തളിക്കപ്പെട്ടും ശുദ്ധവെള്ളത്താൽ ശരീരമാശയുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണത്തിന് പരമാവധി അടുത്തില്ലുക. പ്രത്യേകിച്ചിടെ ചേരുന്ന നാം മുറുകെ പിടിച്ചൊൽക്കുക. വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനല്ലോ. അപ്പോൾ എന്തായിരുന്നാലും ക്രൈസ്റ്റ് നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ. ഞാൻ ഇപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തിയാണ്. പിന്നെ കാണാം, കുഴപ്പമില്ല. ഞാൻ പോയത് പൂച്ചയിരിക്കുന്നുള്ള. എനിക്ക് പൂച്ച ഇഷ്ടമാണ്. എനിക്ക് നായ്ക്കളെ ഇഷ്ടമാണ്. പൂച്ചകൾ കുഴപ്പമില്ല. എലി മനുഷ്യന്റെ ശത്രുവാണ്. എലിയെ കൊല്ലുന്ന പൂച്ചല്ലേ, ശത്രുവിന്റെ ശത്രുമിത്രം. ഞാൻ ആ രീതിയെ കൺസിഡർ ചെയ്യും. എലിയാണെങ്കിൽ പറഞ്ഞല്ലോ നമ്മുടെ ശത്രുവാണ്. പൂച്ച എന്ന് പറഞ്ഞാൽ അതിന്റെ ശത്രുവല്ലേ. അപ്പൊ ശത്രുവിന്റെ ശത്രുമിത്രം. നെഗറ്റീവിന്റെ നെഗറ്റീവ്, പോസിറ്റീവ്. പൂച്ചകൾ ഫേവറേറ്റ്, എലികൾ നമുക്ക് അത്ര.
വീഡിയോയുടെ മറ്റു ഭാഗങ്ങൾ നമുക്ക് പിന്നെ ഒരു അവസരത്തിൽ പറയാം. അപ്പോൾ എന്തായാലും മറുനാട് ഷാജനുള്ള മറുപടിയാണ്. സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഓഫ് ദി ക്രൈസിസ് മിനിസ്ട്രി. ഡു നോട്ട് ഫിയർ അറ്റ് ആൾ, ഡു നോട്ട് ഫിയർ. ബ്ലിങ്ക് ആണ്. As we speak.